ഹലോ ഹലോ, ഞാൻ നിന്റെ വീടിന്റെ വഴിയിലുണ്ട്. ആരുടെ ഇങ്ങനെ കണ്ണിപ്പെടുമ്പോൾ വേഗം ഇങ്ങോട്ട് വാ. അയ്യോ, ഇപ്പൊ എന്തിനാ ഇങ്ങോട്ട് വന്നേ? ഒരു കാര്യം നേരിട്ട് പറയണമെന്ന് തോന്നി. ഈ സമയം മതി വന്ന് കണ്ട് സംസാരിക്കാൻ. വിമല ഒന്നിറങ്ങി വന്നേ, പെട്ടെന്ന് വാ. എന്തായി കാണിച്ചേ? പറഞ്ഞിരുന്നെങ്കിൽ ഞാൻ അമ്പലത്തിലോ മറ്റോ വരുമായിരുന്നല്ലോ. ഇനിയിപ്പോ ഈ വഴിയിൽ നിൽക്കുന്ന ആരെങ്കിലും കണ്ടാ, ട്യൂഷന് വരുന്ന കുട്ടികളുടെ ആരുടെയെങ്കിലും അച്ഛനോ അമ്മയോ കണ്ടാ മതി. മതി മതി, ഞാൻ ഉടനെ പൊയ്ക്കോളാം. ഇനി ഒരുപക്ഷെ കാണാൻ പറ്റിയില്ലെങ്കിലോ എന്ന് കരുതി വന്നതാ. അയ്യോ, അതെന്താ അങ്ങനെ? കാര്യമുണ്ട്. വിമലയ്ക്ക് വേണ്ടി കാത്തിരിക്കുന്നതിൽ എനിക്ക് വിഷമമൊന്നുമില്ല. പക്ഷേ അമ്മ ഇനി കാത്തിരിക്കില്ല എന്ന് തീർച്ച പറഞ്ഞിരിക്കുക. തെറ്റില്ലാത്ത ഒരുപാട് ആലോചനകൾ അമ്മ എനിക്ക് വേണ്ടി നേരത്തെ കണ്ടുവച്ചതാ. പക്ഷേ പിടിവാശിയോടെ ഞാനിങ്ങനെ ഒരു കാര്യം പറഞ്ഞപ്പോൾ മനസ്സില്ല മനസ്സോടെയാണെങ്കിലും അമ്മ സമ്മതിച്ചു. അതാ ഞങ്ങളിവിടെ വന്നത്. പക്ഷേ വിമലയുടെ വീട്ടുകാർ ഇതുവരെ ഒരു മറുപടിയും പറഞ്ഞില്ല. ഇനി ഇവിടുത്തെ മറുപടിക്ക് വേണ്ടി അമ്മ കാത്തിരിക്കണമെന്നാണ് പറയുന്നത്. വേറെ വന്ന ആലോചനകളിൽ ഏതെങ്കിലും അമ്മ പെട്ടെന്ന് നടത്തും. ഇന്നുവരെ ഈ മകന് വേണ്ടി മാത്രം ജീവിച്ച അമ്മയെ എനിക്കും ധിക്കരിക്കാൻ പറ്റില്ല. ഞാൻ അങ്ങനെയാണെങ്കിൽ ഇറങ്ങി വരട്ടെ. നമുക്ക് വേറെ എവിടെയെങ്കിലും. നോ, അത് നടക്കില്ല. വേണമെങ്കിൽ വിമലയെ എനിക്ക് വിളിച്ചിറക്കി കൊണ്ടുപോവാം. ജീവിക്കാനുള്ള കാശും എൻ്റെ കയ്യിലുണ്ട്. പക്ഷേ അതോടെ അമ്മയെ എനിക്ക് ഉപേക്ഷിക്കേണ്ടി വരും. അത് ഞാൻ ചെയ്യില്ല ഒരിക്കലും. വിമല ഇങ്ങനെ കരയുന്നതിൽ എനിക്ക് വിഷമമുണ്ട്. ഒപ്പം ചോദിക്കുന്നതുകൊണ്ട് വിഷമം തോന്നരുത്. വിമലയുടെ കാര്യത്തിൽ എന്താ ഈ വീട്ടുകാർക്കൊരു ഉത്തരവാദിത്വമില്ലാത്തത്? വിമല, ഒരുമിച്ചൊരു ജീവിതം ഞാൻ ആത്മാർത്ഥമായിട്ട് ആഗ്രഹിച്ചിരുന്നതാ. വിമലയോ ആഗ്രഹിക്കുന്നുണ്ടെന്ന് എനിക്കറിയാം. പക്ഷേ നടക്കില്ല. സോറി. നമ്മൾ കണ്ടിട്ടില്ലെന്നും പരിചയപ്പെട്ടിട്ടില്ലെന്ന് വിചാരിച്ചാൽ മതി. ഒരിക്കലും എന്നെ വെറുക്കരുത്. ഇനി കാത്തിരിക്കാൻ പറ്റാത്തത് കൊണ്ടാ. ഫ്ലവേഴ്സ് സ്മാർട്ട് ഷോ ശനി ഞായർ ദിവസങ്ങളിൽ രാത്രി 9:30 ഫ്ലവേഴ്സിൽ.